കേൾക്കും. ഒരു കഥ പറഞ്ഞു തരൂ എനിക്ക്. You have to talk like This is English. Katrumbin. അത് wrong. താത കണ്ണൻ തവവും ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥാ. ഡാൻസ് ചെയ്തിട്ട് സ്റ്റോറി പറഞ്ഞു കൊടുക്കാം. ഓക്കെ? No. കയ്യിലൊരു സ്പ്ലെൻഡർ ബൈക്കില്ലേ ഉണ്ടല്ലോ, അതിനകത്ത് 1 ലിറ്റർ പെട്രോൾ ഇല്ലേ? അയ്യോ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അതെ, ഒരു കവടി മറന്നുപോയി, അതെടുത്തോണ്ട് വരാനാ. One for my master, one for the little boy. Let's down the lane. പാഠം വേണോ കേട്ടൊഴുത്തു വേണോ വേഗം വേഗം പൊക്കെടുക്കു നീ. ചൂരൽ കണ്ടോ ചുട്ടതല്ല് കൊണ്ടാലെല്ലാം എല്ലാം ഓർത്തിരുന്നിടും. അയ്യോ വയ്യേ ഈ പടയ്ക്കു മുന്നിൽ തോറ്റേ ഞാൻ കൈകൂപ്പുന്നു. കാട്ടുറുമ്പ്, കുരുത്തക്കേട് unlimited. Happy New Year 2017! This is Papaya Ice Cream Katturumba Kurthakeda Unlimited powered by Sumix Kidswear and co-powered by Fruitamans. Appa Happy New Year Shwedeji. Happy New Year, Pearly. Happy New Year to the audience. And പിള്ളേരെവിടെ? ഓ, അവരെ കുറിച്ച് അറിയില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു സെലിബ്രിറ്റീസ് ആണ്. അവർക്ക് ഇനോഗ്രേഷൻ, മറ്റേ റിബൺ കട്ടിംഗ് സെറമണി അങ്ങനെ പറഞ്ഞ് ഫുൾ ബിസിയാണ്. ഇന്ന് തൊട്ട് നമ്മൾ എല്ലാരും പറയാൻ വന്ന ഹാപ്പി ന്യൂ ഇയർ എന്ന് മാത്രമല്ല ഹാപ്പി 2017. എല്ലാവരും ജീവിതം ഇങ്ങനെ മിന്നി മിന്നി ബ്രൈറ്റ് ആയി ഹാപ്പിനെസ് ആയിട്ട് ബെറ്റർ ദാൻ 2016 ആവട്ടെ. Yes. So happy new year. ഈ ലിപ്സ്റ്റിക് ഇട്ടവർ ഇങ്ങനെ ഉമ്മയ്ക്കുള്ളൂ. അവിടെ പോയിരിക്കൂ. താങ്ക് യു. അപ്പൊ നമുക്കിനി അടിപൊളി പ്രോഗ്രാംസ് ആണ് റെഡി ആയിട്ടിരിക്കുന്നത്. ശ്വേത ചേച്ചി റെഡിയാണ്. ഇനി 2017 കട്ടുറുമ്പ് ഇവിടെ ഇപ്പൊ തുടങ്ങാൻ പോണ്. സോ റെഡി 1 2 3 ഹാപ്പി ന്യൂ ഇയർ. പപ്പായ ഐസ്ക്രീം കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ്വെയർ ആൻഡ് കോ പവർഡ് ബൈ ഫ്രൂട്ടമാൻസ്. ഞാനൊരു കാര്യം പറയട്ടെ, ആരോടും പറയരുത്. എന്ത്? പ്രേമത്തിൻ ജീവരഹസ്യം. മാലിന്യയുടെ തീരങ്ങളിൽ തഴുകി വരും പനിനീർ കാറ്റ്. ആ പാട്ട് കേൾക്കുമ്പോ തന്നെ എന്റെ മനസ്സിന് ഭയങ്കര ഒരു വെപ്രാളാണ്. യു നോ വാട്ട്, കുട്ടികൾ വരെ അത് പാടി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് അവരൊന്ന് കണ്ടാലോ? ഇറ്റ്സ് സോ ക്യൂട്ട്. കൽപ്പന ചേച്ചിനെയൊക്കെ ഡ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ മീൻ ആ റോളൊക്കെ ചെയ്യുന്നത് സോ ക്യൂട്ട്. അപ്പം സോ ഗാന്ധർവം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സീൻ ലാലേട്ടന്റെ ഒരു സീനാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ദ കുട്ടി കട്ടുറുമ്പ്. മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകമ്പടിക്ക ഇരുപുറവും 2 നെയ്യാമ്പലുകൾ, അനസൂയയും പ്രിയംവതയും. താത കണ്ണൻ തവവും ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥാ. എത്തിയിട്ടില്ല നാഥാ. കൃഷ്ണൻകുട്ടി പ്രോം ചെയ്ത് കേട്ടില്ലേ? ഓ, ദുഷ്യന്തം വന്നാ പിന്നെ ശകുന്തള ദുർവാസാവനെ മൈൻഡ് ചെയ്യൂ. താന്നുകൂടോ കൊച്ചെ, ഇനിയെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. താത കണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കേറില്ല വേണ്ട.
ഇവിടെ പകല് മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ചെന്നിരുന്ന് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്ങനെ? ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ആ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാനേ എന്നെ കിട്ടത്തില്ല. പറഞ്ഞ കേട്ടല്ലോ, കുത്തിപ്പോയിരുന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന്. പക്ഷെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്കൊന്നുകൂടെ നോക്കാം. ഫോണെടുക്ക്. നോക്കാം. താതകണ്വൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്ത? താരകണ്ണൻ തപോഭുവിൽ താതകണ്വൻ നെഞ്ചം എവിടെ നിന്ന് ഒറിജിനൽ തന്ത? കേൾക്കാൻ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിന്യയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. തോഴികളറിയുന്നുണ്ടേ, മാമുനി ഉണരുന്നുണ്ടേ, ഹൃദയത്തിൻ കമ്പികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിന്യയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ. പൂവൊക്കെ പറഞ്ഞു വന്നാ? ഇറ്റ്സ് ഓക്കേ. പറയൂ, എന്താണ് ജഡ്ജ്മെന്റ്സ്? എനിക്ക് തോന്നുന്നു കൽപ്പന ചേച്ചീന്റെ ഒരു റോൾ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ഈ കുട്ടിക്ക് പറ്റും. കറക്റ്റ്. സൂപ്പർ. അത് ഒരു മോളെ, അത് നല്ലൊരു കോംപ്ലിമെന്റ് ആണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു കുട്ടിക്ക് ആ ഒരു കൽപ്പന ചേച്ചിന്റെ ഒരു കുസൃതിയുള്ള കൽപ്പന ചേച്ചിന്റെ റോൾസ് എല്ലാം കണ്ടുണ്ടോ? ജാൻവി കൽപ്പന ചേച്ചിനെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ടിവിയില്. കൽപ്പന ചേച്ചീൻ്റെ ഭയങ്കര എല്ലാ റോളിലും ഭയങ്കര ഒരു നാച്ചുറൽ എന്തായാലും ഷീസ് എ നാച്ചുറൽ ആക്ടേഴ്സ്. പക്ഷെ ഭയങ്കര ഒരു കുസൃതി ഉണ്ട്. അത് മോള് നന്നായിട്ട് കാണിച്ചു. ജാൻവി ഇപ്പൊ എത്ര വയസ്സാ? 7 years ആയിട്ടുള്ളൂ. പക്ഷെ എന്തൊരു നല്ല മെച്ചോർ ആയിട്ട് അടിപൊളിയായിട്ട്. ഇവിടെ കൽപ്പന ചേച്ചി വന്നെങ്കിലും ദർശനത്തിന് ഒരു വെല്ലുവിളിയായിട്ട് ഒരു പുതിയൊരു ലാലേട്ടൻ ഉടലെടുത്തോണ്ടിരിക്കുകയാണ്. അതെ. എന്താണ് ഒരു നാണം. ലാലേട്ടനായിട്ട് അഭിനയിക്കാൻ കിട്ടിയ ചാൻസിനെ കുറിച്ച് എന്താണ് ചോദിക്കുക? നല്ല ചാൻസാ. ഇവൻ കഥാപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ലല്ലോ. എടാ ഒന്ന് പല്ല് ഒന്ന് കാണിച്ചു. പെട്ടെന്ന് ഒരു ഓന്തിനൊക്കെ ഓർമ്മ വരുന്നു. ഒച്ച ഇല്ലാണ്ട് ഒന്നും കൂടി കാണിച്ചേ. എന്തായാലും സൂപ്പർ ആയിരുന്നു. സൂപ്പർ. ഓടിക്കോ. Papaya ice cream cut room kurtikeda unlimited powered by Sumix Kids Wear co-powered by Fruitamans. എനിക്ക് കല്യാണം കഴിക്കണം ചേച്ചി. സത്യം പറയാലോ, ഞാൻ കുറെ നാളായിട്ട് ആലോചിച്ചു. എന്തിനാണ് ഒരാളുടെ ജീവിതം പാഴാക്കണത്? കട്ട് ചെയ്ത് കളകളൂ, അതൊക്കെ ഡിലീറ്റ് ചെയ്തു, എല്ലാം മായ്ച്ചു കളകളൂ. യു ഡോണ്ട് നോ എത്ര പേരാണ് എന്നെ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നതെന്ന്. മാത്രമല്ല ഇവരൊക്കെ എന്നെ പെണ്ണ് കാണാൻ ഇപ്പൊ വരുന്നു. സോ ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരണോ അതോ അവിടെ ഇരുന്നാ മതിയോ? ഞാൻ അങ്ങോട്ട് വരാം. ബിക്കോസ് ഇനി പെണ്ണ് കാണൽ ചടങ്ങാണ്. ഞാൻ പോയി ചായയും പരിപ്പൂടൊക്കെ എടുത്ത് വെക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഓക്കെ. അപ്പൊ ഇനി ഒരു ബ്യൂട്ടിഫുൾ സ്കിറ്റ് അബൌട്ട് കല്യാണം. നിന്റെ പാട്ട് വിരുന്നുകാരാന്ന് ഉള്ള വിരുന്നുകാരെയൊക്കെ വിളിച്ച് എന്നെ കളസം കയറി നിൽക്കുക. ഇവിടെ എന്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി തർക്കങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ ആ ദിവസം കുറിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ആ സദ്യയൊക്കെ കഴിച്ചോ? എങ്ങനെയുണ്ട്? വല്ല കുഴപ്പമുണ്ടോ?
ഏയ് ഒരു കുഴപ്പമില്ല, എങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല പേരുകേട്ട പാചകക്കാരനാണല്ലോ. പാചകക്കാരൻ തന്നെയാ കുഴപ്പം. ഒരു പാർസൽ ചോദിച്ചപ്പോ പൂരത്തെറി. അതിരിക്കട്ടെ, ചെറുക്കനും പെണ്ണും പ്രേമബന്ധത്തിലായത് നമുക്ക് ഒരുമിക്കാൻ കഴിഞ്ഞല്ലോ. ആ അത് നന്നായി. ആ അതെ അതെ, ആ പ്രേമബന്ധമല്ലേ. പ്രേമബന്ധം ആദ്യം ഊട്ടലെടുക്കും, വീട്ടുകാരും അറിയുമ്പോ മടലെടുക്കും, നാട്ടുകാരറിയുമ്പോ തെക്കോട്ട് എടുക്കും. അല്ല, ചോദിക്കാൻ മറന്നു, ആരാ പാചകം? എന്റെ അവന്ന ബന്ധുവാ പാചകക്കാരൻ ശങ്കുണ്ണി. വിളിക്കാം, പരിചയപ്പെട്ടോളുക. ശങ്കുണ്ണിയേ, എന്തോ കടുകട് മുളകട് കുറുമയിലെരുവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നൊരണ്ണിയുമായി ബാബാ. ഇതെന്താ രവിവർണ്ണ ചിത്രമോ? ഞാനൊരു ഭാരപ്പെട്ട പണി എടുക്കുമ്പോ വിളിക്കരുതെന്ന് അറിഞ്ഞൂടെ? എന്തു പണിയാകോ ഭാരപ്പെട്ട പണി? പപ്പടം കാച്ചൽ. എന്നോടൊരു കാര്യം പറയാനുണ്ട്. ചോറ് കഴിച്ചപ്പോ ലേശം വെള്ളം കഴിച്ചിട്ടില്ല. അതെന്താ? സാമ്പാറിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. പിന്നെ എന്റെ ഭൂതക്കണ്ണാടി കൊണ്ട് സാമ്പാറിലെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാൻ കഴിഞ്ഞല്ലോ. അത് നന്നായി. പിന്നെ കടുകിന്റെ കാര്യം, ഞാൻ പാചകത്തിലെല്ലാം ബ്രാൻഡഡ് സാധനങ്ങളെ വാങ്ങുള്ളൂ. അത് മനസ്സിലായി. എല്ലാ ISI മുദ്രയുള്ള കടുകായിരുന്നു. വസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും. ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചതാ. ചേട്ടാ, സദ്യയൊക്കെ കഴിഞ്ഞല്ലോ, എന്നാൽ നമുക്ക് ദിവസം കുറിച്ചാലോ? ആയിട്ടില്ല, നമ്മുടെ ജോത്സ്യം വല്യച്ഛൻ സദ്യ കഴിഞ്ഞിങ്ങോട്ട് വന്നോട്ടെ. ശങ്കുണ്ണേട്ടാ, ഭക്ഷണം കലക്കിട്ടോ. ആരാ വെക്കുന്ന? ശങ്കുണ്ണിയേട്ടനല്ലേ? അങ്ങനെ വരൂ. ഞാൻ ആ കലക്കലല്ലേ ഉദ്ദേശിച്ചത്. എല്ലാ കറിയും കൂടെ കലക്കി തോട്ടിലെറിഞ്ഞെന്ന്. പക്ഷെ പാചകത്തിൽ രസമില്ലാത്തോണ്ട് ഊണ് ഭയങ്കര ബോറായിരുന്നു. ആര് പറഞ്ഞു രസമില്ലെന്ന്? ആ പാചകപ്പുരയിലേക്കൊന്ന് വരണായിരുന്നു. എന്തുമാത്രം സുന്ദരികളാ അവിടെ ഇരുന്ന് ഞാൻ വിരകുമായിരുന്നു. എന്ത് രസമാ! ആ രസത്തിന്റെ കാര്യമല്ല, കുടിക്കുന്ന രസത്തിന്റെ കാര്യമാ. രസം വെക്കാത്തതേ വേറെത്തും കൊണ്ടല്ല, രസത്തിന്റെ കൂട്ടു വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ അച്ഛന്റെ മുഖത്ത് നവരസമാ. നിങ്ങളൊന്നും വിചാരിക്കരുത്, പെണ്ണിന്റെ വല്യച്ഛനൊന്ന് വന്നോട്ടെ. എന്താ മന്ത്രം ഉരുവിടുന്നത്? വല്ല കുഴപ്പവും? മന്ത്രം ഉരുവിട്ടേ അല്ല, ചൂടുരഥമാൻ വയലാപ്പ നവുളിയതാ. വല്യച്ഛ, സമയം കളയാതെ ആ ഡേറ്റ് ഒന്ന് തീരുമാനിക്ക്. തിരക്കാക്കണ്ട അല്ലേ? എന്റെ പൊന്നിടവേ, എന്തായാലും കവിടെ അങ്ങ് നിരത്തുക. കാണുന്നുണ്ട്, പ്രഭാകരൻ നാളും വരുന്നില്ലേ? അതെ. കയ്യിലൊരു സ്പെൻഡർ ബൈക്കില്ലേ? ഉണ്ടല്ലോ. അതിനകത്ത് 1 ലിറ്റർ പെട്രോൾ ഇല്ലേ? അയ്യോ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അതെ, ഒരു കവടി മറന്നുപോയി, അതെടുത്തോണ്ട് വരാനാ. ഇതാകെ 9 ഉള്ളൂ. തൽക്കാലം 9 വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാ. 9 വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ കാര്യം? ചെളിക്കുത്ത്. അച്ഛാ, നിങ്ങൾ എല്ലാരും കല്യാണം നടത്താനാണോ വന്നത്, അതോ മുടക്കാനാണോ വന്നത്? വല്യച്ഛ, ഇന്ന് രണ്ടിലൊരു തീരുമാനം എടുക്കണം. എന്താ ചേർക്കേണ്ട പേര്? ബബീഷ്. കബീഷോ? കബീഷ് അല്ല, ബബീഷ്. നക്ഷത്രം? അരിവായി ചുറ്റിക നക്ഷത്രം. പാർട്ടിയല്ല ചോദിച്ചേ, നക്ഷത്രോ? നക്ഷത്രം മൂലം. എന്റെ പൊന്നിടവേ, വരണ്ടായിരുന്നു. മുഖം കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ കല്യാണം നടക്കില്ല. പ്രതീത വിധി വരാൻ ഞാൻ ആര് ജഡ്ജിയോ? പരിഹാരം ലഡ്ഡു, ജിലേബി, ഹൽവ. പലഹാരം അല്ല, പരിഹാരം. പരിഹാരം ഉണ്ട്. ഇനി ആ മഷിയിട്ട് നോക്കാം. എവിടെ വെറ്റില? എറണാകുളത്താ. വൈറ്റിലല്ല, വെറ്റില. എന്നാ പിന്നെ ഞാനും നോക്കട്ടെ. സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 എന്ന് പറഞ്ഞാൽ ഒക്ടോബറിന്റെ അടുത്ത് കിടക്കല്ലേ? എനിക്ക് പറ്റത്തില്ല. സെപ്റ്റംബറിന്റെ അടുത്ത് ഒക്ടോബർ കടന്ന എന്താ കുഴപ്പം? ഡെങ്കിപ്പനി പിടിക്കുവോ? എനിക്കറിയാം, ഞങ്ങളുടെ കല്യാണം മുടക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിന്റെ ഒരു കബഡി. ഈ കല്യാണം എങ്ങനെ നടത്തുന്ന എനിക്കറിയാം. കബഡി തൊട്ടാലേ നിന്റെ അടുത്ത് ഞാൻ ഭിത്തിയിലടിക്കും. ഒന്ന് പടക്കാ പിടിക്കാതെ. നിന്റെ കബഡി എടുത്ത് കബഡിയാറെ കയറി. മതി, നിർത്ത്. ഞാനൊരു കാര്യം പറയാം, ഈ കല്യാണം നടക്കില്ല. എന്റെ മോക്ക് കല്യാണം വേണ്ട. അച്ഛാ, ഇത്ര ആയസ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് കല്യാണം വേണ്ട. ഞങ്ങൾക്ക് കല്യാണം വേണ്ട. നന്നായി. അതെന്താ? ഈ കല്യാണക്കുറി കാണിച്ച് ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ എടുക്കാന്ന് വിചാരിച്ച ആ പദ്ധതി പൊളിഞ്ഞല്ലോ. ആരും പോവരുത്, സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എന്റെ പൊന്നടവേ, അവന്റെ ഒരു സാമ്പാർ. നിന്റെ മിഴിയിൽ നീലോത്പലം നിന്നുടെ
അശോകം നിൻ കവിളിനയിൽ കനകാംബരം നീയൊരു നിത്യവസന്തം. സൂപ്പർ. എടാ പാവം, നിങ്ങളുടെ പാചകക്കാരനെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിച്ചെടുത്തല്ലോ. ഇത് എന്താണ്? ഇതിനകത്ത് നിന്റെ മീശ ഇപ്പൊ മുങ്ങിയപ്പോണ്ടായിരുന്നു. ഇതിന്റെ മീശ എവിടെ പോയി നിന്റെ? ഇത് മീശ അയക്കുന്ന വെള്ളം തോന്നുന്നു. ചൂടാവനും മീശ മീൻ പിടിക്കണവനോ പിടിച്ചെടുത്തോണ്ടിരിക്കുക സാമ്പാർന്ന്. സാമ്പാറിൽ മീശ. എന്തായാലും ഒരു അടിപൊളി സ്കിറ്റ് ആയിരുന്നു. സൂപ്പർ. ചേട്ടന്മാരെ വരൂ വരൂ വരൂ. ഇവരില്ലാണ്ട് എന്ത് ആഘോഷം. നിങ്ങൾ ആരെ കല്യാണം കഴിക്കാനായിരുന്നു റെഡി ആയിരുന്നത്? ഇവളെ ആര് കല്യാണം കഴിക്കാനാ പോകുന്നത്? ഇവരെ എനിക്ക് ചേർത്ത് വെക്കണം. അച്ഛാ, നിങ്ങളുടെ സമ്മതത്തോടെ നിങ്ങൾ മാറിയിരിക്കും. അപ്പൊ ഇവരെ ഒഫീഷ്യലി ഞാൻ ഒരുമിപ്പിക്കുന്നു. ഓക്കെ ഫൈൻ. ഇവരെന്താ ഈ ചേട്ടനെ ചെയ്തത്? നിങ്ങൾ ആരെ മുക്കി? പാവം ആ കൊച്ചിനെ നിങ്ങൾ മുക്കി എടുത്ത. അവനിന് സോറി പറഞ്ഞേ. സോറി. ഞങ്ങള് പെണ്ണിന്റെ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ സാമ്പാർ കൊണ്ടുവന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അവനെ ഇട്ട് മുക്കണോ അതോ അവനെ ഇട്ട് ആ സാമ്പാർ കുടിപ്പിക്കണോ? എന്ത് ചെയ്യണം ചേച്ചി പറ. അത് correct. സ്ക്രിപ്റ്റ് അല്ലേടാ. അവരെ മുക്കിയല്ലോ ഞങ്ങളതില് സന്തോഷിക്കുന്നു. വില്ലന്മാരാട്ടോ. അവന്റെ മൂക്കം നിറച്ചു. ഇവൻ എന്തായാലും വെളുക്കും. അതിന് മഞ്ഞൾ തേക്കണം. എന്തായാലും മഞ്ഞൾ തേച്ചു. അത് മതി. നിനക്ക് എന്താ പറയാനുള്ളത്? അവനെ മുക്കിയത് ശരിയാണോ തെറ്റാണോ? ശരിയല്ല. പക്ഷെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കറുത്തൊന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മുപ്പിയല്ല മുക്കി. അവൻ നന്നായിട്ട് ഉണ്ടാക്കുന്ന എനിക്ക് ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാ അറിയോ? കെവിൻ മുണ്ടെടുത്ത് ഇങ്ങനെ മടക്കിയില്ലേ? ഒന്ന് കാണിക്കടാ കെവിൻ. ദേഷ്യം വരും. പൊന്തിക്ക് നീ അത് പൊക്കിയപ്പോ നേരത്തെ നിന്റെ പെരുമ്പാവൂരും കട്ടുമാരൊക്കെ പുറത്തായിരുന്നു. ഒന്നുകൂടി. അല്ല ഇപ്പൊ കുറച്ചുകൂടി ദേഷ്യം വരട്ടെ. കുറച്ചുകൂടി ദേഷ്യം വരുന്നു. അപ്പൊ മുണ്ടിന്റെ ഇത് പൊക്കും. മുണ്ട്. മതി. സ്വാമി വെക്കരുത്. സ്വാമി ഞാൻ. ഹലോ. അപ്പൊ വൈൻഡപ്പ് എല്ലാരും നന്നായിട്ട് ചെയ്തോ? അപ്പൊ താങ്ക് യു സോ മച്ച്. 10ൽ എത്ര മാർക്കാണ്? എത്ര? 10. 10 out of 10. നോ അല്ല 10 ഇല്ല, കുറഞ്ഞു. 10ൽ എത്ര കൊടുക്കാം? എത്ര മീൻസ് ബിക്കോസ് ഇതൊരു ന്യൂ ഇയർ ആണ്. പക്ഷെ എനിക്ക് കട്ട് ചെയ്യണം. നീ മുണ്ട് താഴെ. ഇതിനാണ് 2 മാർക്ക് ഇവിടെ പോയത്. നീ മുണ്ട് താഴ്ത്തിട് സ്വാമി. മുണ്ട് താഴെ. ഇത് കുട്ടികളുടെ ഷോ ആണ്. എന്ത്? നിങ്ങൾക്ക് 10 out of 10. Okay, അപ്പോൾ everybody go to your classes. Aliya, bye. Bye, Aliya. Papaya Ice Cream Katturumba Kurthakeda Unlimited powered by Civix Kidswear and co-powered by Fruitomancer. Ini Shweta ചേച്ചിയും എന്റെയൊക്കെ ഫേവറേറ്റ് ചാറ്റ് സെക്ഷൻ ആണ്. ആസ് വി ഓൾ നോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സെക്ഷൻ ആണ് ചാറ്റ് സെക്ഷൻ. ബിക്കോസ് ഈ ഒരു സെക്ഷനിലാണ് കുട്ടികൾ അവരായിട്ട് തന്നെ ഇരിക്കുകയാണ്. അവരുടെ അകത്തുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അവരുടെ ഒരു ക്യൂട്ട്നെസ് എപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. എന്താ പറയുക, നമ്മളെല്ലാവരും ഈ ഒരു സീറ്റിലിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ആ കുട്ടിയുടെ വേഷവും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയും ഭംഗിയായിട്ടാണ് ആ കുട്ടി വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. 1 2 3 പറയുമ്പോൾ ആ കുട്ടി വരും. സോ ലെറ്റ്സ് സേ 1 2 3.
ശ്വേത ചേച്ചി ഇത്രയും നേരം ഹസ്ബൻഡ് മെസ്സേജ് ചെയ്യുന്നില്ല, വൈ ഈസ് ഹി നോട്ട് മെസ്സേജിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് നോ ഐഡിയ ഇവരിങ്ങനെ വരുന്നുള്ളത്. മാത്രമല്ല വാവയ്ക്ക് ഇന്ന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഷീ വാസ് റിയലി വറിഡ്. കൊച്ചിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് ഹൗ ഇസ് ദിസ് സർപ്രൈസ് ശ്വേത ചേച്ചി? ശ്വേത ചേച്ചി, she's like so happily involved in this meeting. Hello sir. Hi. നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ശ്വേത ചേച്ചി എപ്പോഴും she keeps talking about you. How are you? Okay, give me a 5. Yes. Give, sit. അമ്മ അവിടെ പോയി ഇരിക്കട്ടെ. ശരി. ഓക്കെ, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. You had no idea. എന്നോട് ഒരു ഊഹം വെച്ചിട്ട് വിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വരില്ല എന്ന് എനിക്ക് തോന്നി, ബിക്കോസ് മോൾക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. ബട്ട് ദിസ് വാസ് എ ഗ്രേറ്റ് സർപ്രൈസ്. ഹായ് മുത്തേ, സേ ഹായ് അമ്മ. അവൾ ഈ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. അവൾ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇത്രയും നേരം ചോദിക്കായിരുന്നു, എനിക്ക് അമ്മയുടെ അടുത്ത് പോണ്ടേ, ഞാൻ സ്റ്റേജിൽ കയറണോ, ഞാൻ പോയി എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? ഡാൻസ് അല്ല, ഇപ്പൊ പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. ആണോ? എന്തായാലും നമുക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ചെയർ ഉണ്ട്. 3 പാട്ട് റിഹേഴ്സ് ചെയ്തായിരുന്നു അവിടെ. എന്റെ പേര് എന്താണെന്നറിയോ? എന്നെ അറിയോ? ഈ നല്ല ഉടുപ്പാണല്ലോ ഇത്. വൈറ്റ് കളർ ഉടുപ്പിൽ ഒരു റെഡ് കളർ ബോ, റെഡ് കളർ ഷൂ. ഇത് ആരാ ഈ ഷൂസ് ഒക്കെ ഇട്ട് തന്നത്? ഭയങ്കര ഫാഷൻ കോൺഷ്യസ് ആണ് അവള്. സ്വന്തമായിട്ടാണ് എല്ലാം, ഗുഡ് ബാഡ് അഗ്ലി അവൾ തന്നെയാണ് ചൂസ് ചെയ്യുക. ഇതിപ്പോ എങ്ങനെയാ നമ്മൾ ഞാൻ അവിടെ പോവാം. യു ഡു യുവർ ജോബ്. ഓക്കേ, come on, please be seated. അച്ഛാ ഇരിക്കൂ. What's your name? പറയൂ. What's your name? ദുണ്ടാ. ഞാൻ 1 2 3 പറയുമ്പോ പറയണേ. ദുണ്ടാ, അമ്മയുടെ മൊട്ട. കുഞ്ചാ, ആലോചിച്ചോക്കെ, നമ്മൾ ആലോചിക്കും ഒക്കെ നാണം വരും. നമ്മൾ ആക്ച്വലി വിചാരിച്ചു ശ്വേത ചേച്ചിയുടെ മോൾ എന്ന് പറയുമ്പോ മലരുളി മന്ദാര മലരി മഞ്ചാടി മണിയേ ചാഞ്ചാടും അഴകേ. ഐ എം ഷോക്ക്ഡ് അറ്റ് മൈ ഹസ്ബൻഡ്. എന്താ കണ്ണാ ഇങ്ങനെ നിങ്ങള്? ടിവിയിലൊക്കെ ഇതേ വന്നിട്ടില്ലേ ഇങ്ങനെ സർപ്രൈസ് വിസിറ്റ്? ആദ്യമായിട്ടാണ്. അപ്പൊ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ശ്വേത ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് കിട്ടുന്നത്, അതും കട്ടുറുമ്പിലൂടെ. സോ ഹാറ്റ്സ് ഓഫ് ടു കട്ടുറുമ്പ് ടീം. ഈ ഒരു സീക്രട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നല്ലോ കറക്റ്റ് ആയിട്ട്. വിൽസേട്ടനാണ് ഏറ്റവും കൂടുതൽ ഈ സീക്രട്ട് ബ്യൂട്ടിഫുള്ളി അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിയട്ടെ. 2.5 മണിക്കൂറായിട്ടുള്ള സീക്രട്ട് ആണത്. 2.5 മണിക്കൂറായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ട്? They've been here since ഞങ്ങൾ കുറേ നേരം വന്നിട്ട് ഇവിടെ. Sabina, okay, say I'm a bad woman. What happened to her? She's like totally. ഞാൻ കാര്യം കേട്ടെ, നമുക്ക് അമ്മയുടെ അടുത്ത് പോവാം. ബാ, ഞാൻ I'll take you to അമ്മ. Come on. കട്ടുറുമ്പിൽ ഏറ്റവും വലിയ കട്ടുറുമ്പാണുള്ളത്. എല്ലാ കട്ടുറുമ്പും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഒരു കട്ടുറുമ്പ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. How old is she? She's 4 years old. നമുക്ക് പറ്റിയ പ്രായം. നമുക്ക് ചേർത്താലോ കട്ടുറുമ്പില്, ഫ്ലവേഴ്സ് ടീമില്? ആഹാ, ഇപ്പൊ ആ ഒരു സന്തുഷ്ട കുടുംബമായത് ഇപ്പൊ ആ ജഡ്ജ്മെന്റ് സീറ്റിൽ. ഞാൻ ഈ വഴി പുറത്തേക്ക് പോയാലോ എന്നല്ലേക്ക്. ഓക്കെ, അപ്പൊ ബൈ. കട്ടുറുമ്പിനി അവർ ചെയ്തോളൂ. Thank you anyhow for this lovely thing. Old MacDonald had a farm. I think we'll give her like ഒരു 2-3 minutes. ആ സമയത്ത് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ബോത്ത് ഓഫ് യു. Yeah, sure. അമ്മയും അച്ഛൻ്റെയും കഥകൾ നമുക്ക് കേൾക്കാം. നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? ഹൗ ഡിഡ് യു ഗൈസ് ഗെറ്റ് മാരിഡ്? ആ പ്രണയ കഥ എനിക്കൊന്ന് കേൾക്കണം. യെസ്, ഹൗ ഡിഡ് യു ഗൈസ് ആ ഫസ്റ്റ് മീറ്റിംഗ്? ശ്വേത ചേച്ചിനെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പം 2006 ഓക്കെ, ഞാനൊരു പത്രപ്രവർത്തനായിരുന്നല്ലോ. Okay. ആ സമയത്ത് ഇങ്ങനെ അവരുടെ റിക്വസ്റ്റ് പ്രകാരം ശ്വേതാ മേനോനെ പോയി കാണണമെന്ന് പറഞ്ഞു.
ഇന്റർവ്യൂ ചെയ്യാനായിരുന്നോ? അല്ലല്ല, അന്നൊരു ഫാഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതിൽ 3 ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള 3 മലയാളി കണക്ഷനുള്ള 3 ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്തിരുന്നു. അതിലൊരാൾ ഇദ്ദേഹമായിരുന്നു. അങ്ങനെ പോയി കണ്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. പിന്നെ ഓൺ ആൻഡ് ഓഫ് കണക്ഷൻസ് ഉണ്ട്. കാരണം ഞാൻ കവർ ചെയ്തിരുന്ന ഏരിയ ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നില്ല. ഓക്കെ. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വിളിക്കുക, കേർട്ടസി, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. പിന്നെ പക്ഷെ ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള സംഭവം. എങ്ങനെയാണ് ആ പ്രണയത്തിലേക്ക് കാലെടുത്ത് വെച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ വേണമെങ്കിൽ ഒരു ടച്ചപ്പ് ചെയ്തോളൂ. ബിക്കോസ് നേരത്തെ ഉമ്മ വെച്ചിന്റെ പാട് ഇപ്പോഴും കവളിൽ ഇറപ്പുണ്ട്. ഒഫീഷ്യൽ പാടാണ്, കുഴപ്പമില്ല. അത് ഒഫീഷ്യൽ സ്റ്റാമ്പ് ഇട്ടതാണ് ഇത് എന്റെ ആളാണെന്നുള്ളത്. ലവ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? When did you start? 2000 ഓൾമോസ്റ്റ് 9-10 റഫ്ലി 10 early 10. ഞാൻ ചോദിച്ചു ഇങ്ങനെ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് എന്താ പറയുക, ടേസ്റ്റുകളൊക്കെ കോമൺ ആണ്. പിന്നെ ഈവൻ ടോറിയൻസ് ആണ് രണ്ടുപേരും. അങ്ങനെ കുറേ സിമിലാരിറ്റി ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നമുക്ക് എനിവേ എന്താ പറയുക, ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛനോട് ചോദിക്കണം, അമ്മോട് ചോദിക്കണം. അതാണ് ടിപ്പിക്കൽ ഒരു എന്താ പറയുക, ജാതകം നോക്കി കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ചെയ്തത്. എനിക്ക് ഭയങ്കര പെർട്ടിക്കുലർ, ഞാൻ ഭയങ്കര ഓൾറെഡി കുറച്ച് ലവ് ഫെയിലിയേഴ്സ് ഇഷ്ടമായിട്ട് കാര്യമില്ലല്ലോ, ജാതകം മാച്ച് ചെയ്തില്ലെങ്കിൽ കുടുംബം അലൗ ചെയ്യില്ല. അപ്പോൾ ജാതകം നോക്കിച്ചു, അതും ആ ഭാഗത്ത് അവിടെ ജാതകം നോക്കിയിട്ട് തന്നെയാണ് കല്യാണം. പ്രോപ്പർ നമ്മൾ പറയില്ലേ, നായർ മേനൻ കുടുംബത്തിലെ ഒരു കല്യാണം നടക്കുന്ന പോലെ. Okay, now I am going to ask you like fast ആയിട്ട് എനിക്ക് ആൻസർ ചെയ്യണം. ഇത്രയും സമയം എടുത്ത് പറയാൻ പാടില്ല. മൈക്ക് രണ്ടുപേരും റെഡി ആയിട്ട് വെച്ചോളൂ. ശ്വേത ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നോർമലി എനിത്തിങ്. Is it the right answer? Well, I like all kind of food, but he knows that I like Shri ഉണ്ടാക്കണ കുറേ ഫുഡ് ഇഷ്ടമാണ്. അത് ഞാൻ ഉണ്ടാക്കുന്നു പറയണ്ടെന്ന് പറയുന്നുണ്ട്. You cook really well, isn't it? He cooks fantastic. ഞാൻ ഗർഭമാവുമ്പോൾ ശ്രീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചത്, അതിന്റെ ഫലമാണിത്. Oh my god. എന്താണ്? എല്ലാം മാങ്ങാട്ട, മീൻ കറി, നമ്മളെ ചാളക്കറി, അതൊക്കെയാണ്. അവിയൽ. What is his favorite food? He likes ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് സ്റ്റേക്ക്, ചിക്കൻ സ്റ്റേക്ക്, സ്റ്റർ ഫ്രൈഡ് വെജിറ്റബിൾസ്, കുറച്ച് കോണ്ടിനെന്റൽ ഒരു ബേബി. ഇനി പാട്ട് പാടോ? ഒരു പാട്ട്. പാട്ടല്ലേ? അയ്യേ, ഇതായിരുന്നു ആക്ച്വൽ ഒച്ച. ഞാൻ വിചാരിച്ചു നീ പാടുമായിരുന്നു. ഇവിടെ വന്നാ പാടിയിട്ടേ പോകാൻ പാടുള്ളൂ. അമ്മ അച്ഛൻ്റെ അല്ല, ഞാനാണ് ഇവിടെ മെയിൻ. ഓക്കെ, എന്താ പറയണ്ടേ? അമ്മ. എന്നെ അമ്മ എന്ന് വിളിച്ചോ? എന്താ, ആരാ അമ്മ? അപ്പൊ എന്റെ, അയ്യോ സോറി, ഇത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ, എന്റെ അമ്മ. വേണ്ട, വേറെ എന്തെങ്കിലും സെൻസർ അതെല്ലാം തുടങ്ങും. ബേബി, അതെ, ഒരു കഥ പറഞ്ഞുതരും എനിക്ക്, നല്ലൊരു കഥ. കഥ പറയില്ല, നല്ല അമ്മ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഉറപ്പാണോ? Then you say story. ഒരു 1 minute story. ആന ഉറുമ്പിന്റെ കഥ. മൂന്ന് ആട് കുട്ടികളുണ്ടായിരുന്നു. English. Stay in English. ഓ, നമുക്ക് മലയാളം. Excuse me, ഞങ്ങൾക്ക് മലയാളം അറിയുള്ളൂ. I don't know English. You have to talk like This is Katrumba, not ant. കാക്കേ കാക്കേ. Not. You have to talk like that. You have to tell the story. Yeah. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ, കുഞ്ഞു കിടന്ന് കരഞ്ഞിടും, കുഞ്ഞെ കുഞ്ഞെ കുഞ്ഞു
കുഞ്ഞിന് കൈലര നെയ്യപ്പം അയ്യോ കാക്കേ അയ്യോ കാക്കേ പറ്റിച്ചേ. ആ അവിടെയാണ് നമ്മൾ വരേണ്ടത്. എനിക്ക് മൈക്ക് ഹലോ, ദിസ് ഇസ് മൈ മൈക്ക്. ഓക്കെ, നിനക്ക് ആ കൂതറ മൈക്കാണ്. എൻ്റെ മൈക്ക് നോക്കൂ, എനിക്കിത് വെച്ച് മോടി നടക്കാം. ഈ മൈക്ക് വേണോ? വേണ്ട, ബിക്കോസ് നീ ഇവിടെ ഇരിക്കുകയാണല്ലോ. ഞാൻ കാര്യം വേണ്ടേ, ഈ പാട്ട് അറിയോ നിനക്ക്? ഈ പാട്ട് നിനക്ക് അറിയോ? ഒരു വഴിയില്ല, ബിക്കോസ് ഇത് ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്. ബാബാ ബ്ലാക്ക് ഷീപ്പ് ഹാവ്. നീ കേട്ടിട്ടില്ലല്ലോ, വെരി സോറി. യെസ്, പലതരം ഒച്ചകളും ഈ കുട്ടി ഉണ്ടാക്കുന്നു. നീ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് കേട്ടോ. Okay, Baba Black Ship. Have you any war? Yes, sir. Yes, sir. 3 black for One for my master. one for the day. One for the little boy. Lives down the lane. കങ്കുമ കങ്കുമ കീ കീ. കങ്കുമ കങ്കുമ കീ. കങ്കുമ കങ്കുമ. അത് wrong. ഈ കങ്കുമ വേർഷൻ നീ കേട്ടിട്ടില്ല? അത് wrong. ട്വിങ്കിൾ ട്വിങ്കിൾ Correct. ലിറ്റിൽ സ്റ്റാർ. Correct. നീ എന്താ എന്റെ ടീച്ചറാ? കറക്റ്റ് റോങ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. Correct അല്ല ഞാൻ പറയുന്നേ. Correct, correct, correct. മമ്മിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള അമ്മേന്റെ സിനിമ ബിഗ് ബോസ്. ബിഗ് ബോസോ? അതെ, ബിഗ് ബോസ്. അതെ. വേറെ ഏതാ ഇഷ്ടമുള്ള പാട്ട്? ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? മിന്റെ പാട്ട് ലാലി ലാലി. ബ്ലാക്ക് ആൻഡ് ബഹാദൂറിന്റെ ഒരു പാട്ടെല്ലാം അറിയാം അവൾക്ക്. ഞാൻ ഒരു സ്റ്റോറി പറയാം. ആ, റെയിൻബോന്റെ സ്റ്റോറി. ഒരു ദിവസം പറയൂ. റെയിൻബോണ്ട് വെരി സിമ്പിൾ. റെയിൻബോ വെള്ളത്തിൽ ചാടി. ചാടിയിട്ട് അയ്യോ റെയിൻബോനെ നീന്താ അറിയോ? ഇല്ല. അപ്പൊ എന്ത് മുങ്ങിപ്പോയോ റെയിൻബോ? എന്നിട്ട് റെയിൻബോന്റെ കളർ പോയി. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് ഒരു കുട്ടി എന്നിട്ട് ആ റെയിൻബോന് കളർ ചെയ്തിട്ട് റെയിൻബോന്റെ കളർ വന്നു. അയ്യോ എനിക്ക് ക്ലാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ക്ലാപ്പ് ചെയ്യും? ഇന്ന് കൈ ഇവിടെ വെക്കണം. കൈ ഇവിടെ അവിടെ എന്തിനാ അങ്ങനെ കൈ എടുത്തത്? എനിക്കറിയില്ല, ഡയറക്ടർ എന്തോ ഏക്കുന്നത്. എന്നിട്ട് റെയിൻബോ വേറെ സ്ഥലത്ത് പോയിട്ട് സിലിൽ പോയിട്ട് ആ റെയിൻബോ അവിടെ ചാടിയിട്ട് റെയിൻബോന് അറിയില്ല എവിടെയാണ് സ്ഥലം. ഓക്കെ, സ്ഥലം വൈറ്റിലായിരുന്നു. പനമ്പള്ളി നഗർ. റെയിൻബോന് സ്ഥലം അറിയില്ല. അപ്പൊ നമ്മുടെ GPS മാപ്പില്ലേ, മാപ്പിൽ നോക്കിയാ പോരെ? അപ്പൊ റെയിൻബോന് മാപ്പില്ല. റെയിൻബോന് കളർ മാപ്പ് ഉണ്ട്. ആ കളർ മാപ്പിനെ കണ്ടിട്ട് റെയിൻബോ ട്രെജർ കണ്ടു. ആ ട്രെജർ എടുത്തിട്ട് റെയിൻബോന്റെ സ്കൈയിൽ പോയിട്ട് ഒരു ബോയ് വന്നിട്ട് അത് അതെന്നെ ദേഷ്യപ്പെട്ടിട്ട് അത് വിട്ടിട്ട് ആ ബോയ് പിടിച്ചിട്ട് എന്നിട്ട് റെയിൻബോ വേറെ സ്ഥലത്തിൽ പോയി. സന്തോഷായി ഗോപേട്ട. ഈ കഥ ആരാ പറഞ്ഞത്? ദേവിക മിസ്സിനെ എനിക്കൊന്ന് കാണണം കേട്ടോ, ഒന്ന് മീറ്റ് ചെയ്യണം എനിക്ക്. ഒരു ഈ കഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് റെയിൻബോ ക്യാമറ എടുക്കാൻ പോയി. അപ്പൊ റെയിൻബോ ക്യാമറ എടുക്കാൻ പോയ ഫോട്ടോ എടുക്കാൻ പോയി. എക്സ്ക്യൂസ് മീ മമ്മി, എന്താണ് ഈ കുട്ടി പറയുന്നത്? ഓ സോറി. ഞാൻ ഡാൻസ് ചെയ്യാൻ പോയി, എനിക്ക് ബോറടിക്കുന്നു. ഹലോ എക്സ്ക്യൂസ് മീ, ബൈ, സീ യു. ഞാൻ ഡാൻസ് ചെയ്യാൻ പോയി. ഒരു പാട്ടിടും. എനിക്ക് ഡാൻസ് ചെയ്യണം. ഇതിവിടെ ഷോ കഴിഞ്ഞു, ഇനി നമുക്ക് ഡാൻസ് ചെയ്യാം. ബാ. ഡാൻസ് ചെയ്യണ്ട, നീ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ കാണിക്കും, നീ വെറുതെ കണ്ടാ മതി. നിനക്ക് ഡാൻസ് അറിയില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ സ്റ്റോറി പറഞ്ഞു കൊടുക്കും. ഡാൻസ് ചെയ്തിട്ട് സ്റ്റോറി പറഞ്ഞു കൊടുക്കാം. ഓക്കെ? നോ. യെസ്. നോ. No, you have to dance. Okay, bye. I'll tell the story now. ഇതിന്റെ അച്ഛൻ വീട്ടിൽ എന്താ ചെയ്യാ? അച്ഛൻ വീട്ടിലോ അടങ്ങും വർക്ക് ചെയ്യാം. പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉറങ്ങി കഴിഞ്ഞിട്ട് അച്ഛൻ കിച്ചണിൽ ഭക്ഷണം. അല്ല സോറി, അത് അച്ഛൻ.
ആ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചിരിച്ചാലും ഞാൻ ഒറ്റും പറയില്ല. ആ സോറി ചിരിക്കരുത് അമ്മേ. ആ സോറി ഉറങ്ങിക്കഴിഞ്ഞിട്ട് അമ്മ ഉറങ്ങി കഴിഞ്ഞിട്ട് അച്ഛ ഭക്ഷണം കഴിക്കും. എന്നിട്ട് അച്ഛ ഉറങ്ങും. എന്നിട്ട് അച്ഛ പിയാനോ ചെയ്യും. പിയാനോ അല്ല കുഞ്ച, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. ആ പിന്നെ അപ്പൊ അച്ഛ ഗുഡ് ബോയ്. അച്ഛ ബോയാ. അതെയോ? ഡുണ്ടുനെ അച്ഛൻ എന്താ പറയാ? അച്ഛ ഡുണ്ടു പറയും. അച്ഛന് വർക്ക് ചെയ്തിട്ട് അച്ഛ സ്ലീപ്പ് ചെയ്യും. അച്ഛന് ഡുണ്ടുന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ? എന്താ ഉണ്ടാക്കി തരാ? നൂഡിൽസ് ആണോ? അച്ഛന് ഒരു ഷെഫ് ഹാറ്റ് വേണം. ഷെഫ് ഹാറ്റോ? അച്ഛൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കോ? അതെയോ? ഒരു ബിഗ് കേക്ക് ഉണ്ടാക്കും, ബിഗ് ബലൂൺ ഉണ്ടാക്കും. ബിഗ് ബലൂൺ ഉണ്ടാക്കോ? അതെയോ? എക്സ്ക്യൂസ് മീ, ഞാനൊരു ക്വസ്റ്റ്യൻ കേട്ടെ. ഈ അമ്മ എന്താ വീട്ടിൽ ചെയ്യാ? അമ്മ കിച്ചണിൽ കയറാറുണ്ടോ? കേറുണ്ട്. എന്തിനാ? എന്തുണ്ടാക്കി തരും? അമ്മ ഷൂട്ടിംഗ് ചെയ്യുന്നല്ലോ. എന്ത് ഷൂട്ടിംഗ് ചെയ്യുന്നല്ലോ? അപ്പൊ അടുക്കളയിൽ കയറുന്ന വെള്ളം കുടിക്കാൻ? ഇപ്പൊ അമ്മ തൊട്ട് പാടി ചാടി. വീട്ടിലുള്ള ദിവസം അമ്മ എന്താ ചെയ്യാ? അമ്മ ഞാന് സ്റ്റോറി പറഞ്ഞോട്ടെ? വേണ്ട, നിന്റെ അമ്മയുടെ കഥകൾ ഞങ്ങൾക്കൊന്നും അറിയണം. അപ്പൊ അമ്മ എന്താ ചെയ്യാ വീട്ടില്? ഷൂട്ട് ഇല്ലാത്ത ദിവസം അമ്മ ഷൂട്ടിംഗ് ചെയ്യും. എന്നിട്ട് അമ്മ എന്താ ചെയ്യും? അമ്മയ്ക്ക് മൈക്കുണ്ട്. ഡുണ്ടു പറയൂ. എന്ത്? അമ്മ എന്താ ചെയ്യാ? മൈക്കിലാണ് അവളുടെ. ഓക്കേ ലിസൺ. അപ്പൊ നമുക്ക് പോവാം. ഞാൻ പോവണ്ട. അച്ഛൻ പോവാൻ നിക്കാ. പാവ അച്ഛൻ അവിടെ ഒറ്റയ്ക്ക്. വാവയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇവിടെ. Come on. ആണോ? Yeah man. ഐസ്ക്രീം വേണോ? No. Why you don't like ice cream? എനിക്ക് ചുമയുണ്ട്. ചുമയുണ്ട്. അപ്പൊ അത്രയ്ക്കും ബോധമുള്ളൊരു കുട്ടിയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ബേബി. അപ്പം ശ്രീയേട്ടാ പ്ലീസ് കം ഓൺ സ്റ്റേജ്. ശ്രേയജി കം ഓൺ ടു സ്റ്റേജ്. അപ്പോ പപ്പായി ഐസ്ക്രീം, കട്ടുറുമ്പ്, കുരുത്തക്കേട് അൺലിമിറ്റഡ് ഇന്നത്തെ ന്യൂ ഇയർ എപ്പിസോഡിൽ ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആണ് ശ്വേത ചേച്ചിക്ക് കൊടുത്തിരിക്കുന്ന. ഒരു ബ്യൂട്ടിഫുൾ സർപ്രൈസ് ആണ്. സോ എന്തായാലും ആസ് യൂഷ്വൽ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദി എപ്പിസോഡ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അറിയാലോ, ആരാണെങ്കിലും ശ്വേത ചേച്ചി ഞാനും ഡാൻസ് ചെയ്യിപ്പിക്കും. ഇന്ന് നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത് കണ്ട് ഞാൻ പൊട്ടിച്ചിരിക്കും. അപ്പം ഒരു നല്ല ലവ് സോങ് കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാം. കുട്ടി കം ഓൺ ടു മീ. അയ്യോ അമ്മേ, അയ്യോ കൊണ്ട് നീ ഇരിക്കാം. നമുക്ക് ഇവിടെ ഇരിക്കാം. സിറ്റ് ചെയ്യോ. ഡാൻസ് ചെയ്യുന്നു. Clapping. Come on, Srieta. Come on, dance. Come on. നാണമാവുന്നു നീനിനോവുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം Please dance. നീനിനോവുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം
wish you all a happy new year. This is Papaya Ice Cream, Katturumba, Kurthaked Unlimited, powered by Sumix Kidswear, co-powered by Fruitamans. Goodbye.